ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മ പറഞ്ഞ് കപ്പ വാങ്ങാമെന്ന്, അങ്ങനെ കപ്പയൊക്കെ വാങ്ങി. അന്നേരം ദൃശ്യക്കുട്ടിക്കൊരാഗ്രഹം വൈകിട്ടത്തേക്ക് കപ്പ മതി അമ്മേന്ന്. എന്നാൽ പിന്നെ കപ്പയൊക്കെ വൃത്തിയാക്കി പുഴുങ്ങാനായിട്ടാണ്. അങ്ങനെ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കപ്പ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ പിന്നെ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ച്. ചമ്മന്തി ആക്കാനായിട്ട് വറ്റൽമുളകും ചെറിയ ഉള്ളിയും പുളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തൊന്ന് വഴറ്റി ലാസ്റ്റ് കുറച്ച് വഴന്നതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ എരി കുറവുള്ള മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചേർക്കുന്നുണ്ട്. ഋഷിക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. എന്തൊക്കെ എന്നോട് ചോദിക്കുക വീഡിയോ എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഞാൻ ഇതാണ്ട് ചമ്മന്തിക്കുള്ളത് ഇതൊക്കെ റെഡിയാക്കി. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കണേ. മുളക് പൊടി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ തെച്ചിക്കുട്ടനാണെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളം നടക്കുക. അവനും ഇതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കപ്പയും റെഡി, ചമ്മന്തിയും റെഡി. അങ്ങനെ അവർക്കത് കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കുക. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.